കൃഷ്ണൻകുട്ടി ചേട്ടനാണോ? അതെ. അമ്പലത്തിലെ സെക്രട്ടറി പറഞ്ഞിട്ട് വരുന്നതാ. ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, മനസ്സിലായി. എന്താ അറിയേണ്ടത്? മുൻപ് നിങ്ങളുടെ ഉടമസ്ഥയിലുള്ള വീട്ടിൽ താമസിച്ചിരുന്ന ഒരു മീനാക്ഷി ഉണ്ടല്ലോ, അവർക്ക് അമ്പലത്തില് പൂക്കച്ചവടമായിരുന്നു. അതെ, മീനാക്ഷിയുടെ ആരാ നിങ്ങള്? ഞങ്ങൾ ആരുമല്ല അങ്കിൾ. ആ അമ്മയെ കുറിച്ച് ഞങ്ങൾക്ക് ചിലത് അറിയണമെന്നുണ്ട്. ഞങ്ങളുടെ ഒരു പഴയ വീട്ടിലായിരുന്നു അവര് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. നല്ല സൗമ്യമായ പെരുമാറ്റമായിരുന്നു. അമ്പലത്തിൽ വരുന്നവർക്കെല്ലാം മീനാക്ഷി വലിയ കാര്യമായിരുന്നു. പക്ഷേ വിധി മീനാക്ഷിക്കായി കരുതി വെച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. ആരുടെയോ സ്നേഹവലയത്തിൽ മീനാക്ഷി പെട്ടുപോയി. തുടർന്ന് അവൾ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാരുടെ പരിഹാസവും കളിയാക്കലും സഹിക്കുകയ്യാതെ ഒരു രാത്രി ആ കൈക്കുഞ്ഞുമായി അവൾ ഈ നാട്ടിൽ നിന്ന് പോയി. പിന്നീട് 3-4 വർഷങ്ങൾക്ക് ശേഷം ഒരു പരിചയക്കാരൻ പറഞ്ഞാണ് മീനാക്ഷി മരിച്ചുപോയ കാര്യം ഞാൻ അറിയുന്നത്. കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ അച്ഛൻ തന്നെ കൊണ്ടുപോയെന്നാ പറഞ്ഞത്. ആ മോളിപ്പോ എവിടെയാണെന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? അറിയില്ല. ആദ്യമായിട്ടാ മീനാക്ഷിയെ തിരക്കി ആരെങ്കിലും വരുന്നത്. ചേട്ടാ, ഈ മീനാക്ഷിയുടെ ഫോട്ടോ എല്ലാം ഇരിപ്പുണ്ടോ? അയ്യോ ഇല്ല. നിങ്ങൾ മീനാക്ഷിയുടെ ആരെങ്കിലും ആണോ? ഏയ് അല്ലേട്ടാ, ചിലതൊക്കെ അറിയാൻ വേണ്ടി വന്നതാ. എന്നാ ഞങ്ങൾ വരട്ടെ. ആ, വാ. ശരി.